ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡെയിലി ബൂസ്റ്ററിൽ 26ാമത്തെ ദിവസമാണ്. 78/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. വിമൻ CPOന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്. 26/8 നടന്ന എക്സാമാണ് 2024. ഓക്കെ, 29/6/2024 നടന്ന പരീക്ഷയാണിത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 78/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കംപ്ലീറ്റ് ദിസ് ക്ലോസ് സ്യൂട്ടബിളി ഇഫ് ഐ ഹാഡ് അറ്റൻഡഡ് ദ വെഡിങ് ഐ ഡാഷ്. അല്ലേ, ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് അറിയാവുന്ന ഒരു കാര്യം എന്താണ്? ഇവിടെ ഹാഡ് വരുമ്പോഴേക്കും നമുക്കറിയാം എന്താണ് ഹാഡ് പ്ലസ് V3 ആണ് അല്ലേ ഈ ഫോം എന്ന് പറയുന്നത്. ഒത്തിരി തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹാഡ് V3 ഫോം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വന്നം? വുഡ് ഹാവ് അല്ലേ, വുഡ് ഹാവ് പ്ലസ് V3. അവിടെ വുഡ് ഇല്ലെങ്കിൽ എന്ത് വന്നം? കുഡ് ഹാവ്. അല്ലെങ്കിൽ എന്താണ് മേ എന്നുള്ളത് മൈറ്റ് ആകും അല്ലേ. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ ക്യാൻ കുഡ് ആകും. അതേപോലെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ വുഡ് ഹാവ് എന്നുള്ളൊരു ഓപ്ഷൻ തന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും അങ്ങ് വെട്ടിക്കോ. കുഡ് ഹാവ് ആണ് തന്നിരിക്കുന്നത്. ഒന്നുകിൽ കുഡ് ഹാവ് മെറ്റ് ഹിം അല്ലെങ്കിൽ കുഡ് ഹാവ് മീറ്റ് ഹിം. ഏതായിരിക്കും വരേണ്ട ആൻസർ എന്ന് പറയുന്നത്? ഇവിടെ തന്നിരിക്കുന്നത് എന്താണോ അതിൻ്റെ ഒപ്പം ഇവിടെ എന്ത് വന്നം? കുഡ് ഹാവ് പ്ലസ് V3 ഫോം ആണ് വരേണ്ടത്. ഇവിടെ V3 ഫോം ഏതാണ്? മെറ്റ് ആണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, കുഡ് ഹാവ് മെറ്റ് ഹിം എന്നാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇഫ് ഐ ഹാഡ് അറ്റൻഡ് ദ വെഡിങ് ഐ കുഡ് ഹാവ് മെറ്റ് ഹിം. ഓക്കെ, ഇനി കുറച്ച് അതേപോലത്തെ കുറച്ച് സെന്റൻസ് നമുക്ക് നോക്കാം. ഇഫ് ഐ ഹാഡ് വോക്കൺ അപ്പ് ഏർലിയർ, കണ്ട ഹാഡ് V3 എന്താണ്? ഐ വുഡ് ഹാവ് കോട്ട് ദ ട്രെയിൻ. കണ്ടോ? ഇഫ് ദേ ഹാഡ് പ്രിപ്പയർഡ് ബെറ്റർ, അവർ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ദേ വുഡ് ഹാവ് വൺ ദ മാച്ച്. വൺ, കണ്ട V3 ഫോം ആണ് തന്നിരിക്കുന്നത്. ഇഫ് ഷീ ഹാഡ് ലിസൺ, അവൾ കേട്ടിരുന്നെങ്കിൽ എന്താണ്? ഷീ വുഡിൻ ഹാവ് മെയ്ഡ് ദാറ്റ് മിസ്റ്റേക്ക്, അവൾ ആ മിസ്റ്റേക്ക് വരത്തില്ലായിരുന്നു. കണ്ടോ? വുഡ് ഹാവ് പ്ലസ് എന്ത് വന്നിരിക്കുന്നു? V3 ഫോം ആണ് വന്നിരിക്കുന്നത്. ഇഫ് വി ഹാഡ് ബുക്ക്ഡ്, ബുക്ക്ഡ് എന്ന് പറയുമ്പോൾ V3 ആണ്. ദ ടിക്കറ്റ് ഇൻ അഡ്വാൻസ് വി വുഡ് ഹാവ് ഗോട്ടൺ എ ഡിസ്കൗണ്ട്. ഞാൻ നേരത്തെ അത് ബുക്ക് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്ത് കിട്ടിയേനെ? ഡിസ്കൗണ്ട് കിട്ടിയേനെ എന്നാണ് പറയുന്നത്. ഇഫ് ഷീ ഹാഡ് സ്റ്റഡീഡ് മെഡിസിൻ ഹി വുഡ് ഹാവ് ബിക്കം എ ഡോക്ടർ. അവൾ മെഡിസിൻ പഠിച്ചിരുന്നെങ്കിൽ എന്താണ്? ഹി വുഡ് ഹാവ് ബിക്കം എ ഡോക്ടർ അല്ലേ. അതൊരു എന്താണ്? ഒരു പോസിബിലിറ്റി ആണ് പറയുന്നത്. ഇഫ് ദ ടീം ഹാഡ് പ്ലേഡ് മോർ അഗ്രസീവ്ലി they would have scored more goal. കണ്ട ഇവിടെ എന്താ? വുഡ് ഹാവ്. ഇഫ് ഐ ഹാഡ് നോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം V3 ഫോം ആണ്. about the traffic jam I would have left home sooner. if we had asked for help എന്താ പറഞ്ഞിരിക്കുന്നത്? we could have. അതേപോലെ എന്താ പറഞ്ഞിരിക്കുന്നത്? if the shop had been open if I could have. കണ്ട ഇഫ് യു ഹാഡ് ടോൾഡ് മീ ഐ വുഡിൻ ഹാവ് ബീൻ സോ അപ്സെറ്റ്. കണ്ട, നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത്രയ്ക്ക് അപ്സെറ്റ് ആകുമായിരുന്നില്ല. ആ ഒരു കൺസെപ്റ്റ്. അപ്പോൾ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? ആ ഒരു കണ്ടീഷൻ എല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചെന്നേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഫോളോയിങ്. കൊളീഗ് ആണ് വേണ്ടത്. കൊളീഗ് അല്ലെ. കൊളീഗിന് നമ്മൾ എങ്ങനെയാ പറയേണ്ടത്? കൊളീഗ്. ഇതാണ് സ്പെല്ലിങ്. ഓപ്ഷൻ സി ആണ്. COLLEAGUE കൊളീഗ്. ഓക്കെ, ഇനി നോക്കിക്കേ. ലെഫ്റ്റനന്റ് എങ്ങനെയാണ് പറയേണ്ടത്? LIEU. ഉണ്ടാ, നമ്മൾ എങ്ങനെയാ സ്പെല്ലിംഗ് പഠിക്കുന്നത്? ലെഫ്റ്റനന്റ്. ബൂർഷ്വാ അല്ലെ, നമ്മൾ എങ്ങനെയാ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? BOUR നമ്മൾ ബൂർഷ്വ പഠിച്ചതാണ്. ഹോമിയോപ്പതി. അറ്റൻഡൻസ് ATTENDANCE ആണ് അറ്റൻഡൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിക്കേ. പറഞ്ഞിരിക്കുന്നത് ബ്യൂറോക്രസി ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ബ്യൂറോക്രസി എന്ന് പറയുമ്പോൾ അതിന്റെ സ്പെല്ലിംഗ് എന്തായിട്ടാണ് പറയേണ്ടത് നോക്കിക്കേ. BUREA. ഉണ്ടോ? സ്പെല്ലിംഗ് എല്ലാം വ്യക്തമായിട്ട് പഠിക്കണം. എപ്പോഴും ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം തന്നിരിക്കുന്നത്. അറ്റൻഡൻസ് നമ്മൾ പറഞ്ഞു A ആണെന്ന് പറഞ്ഞു. അതേപോലെ എന്താണ് ബ്യൂറോക്രസി വരുമ്പോഴേക്കും നോക്കിക്കേ. BUREAUCRACY ബ്യൂറോക്രസി. അസാസിനേഷൻ, മില്യനെയർ, ഗൈനക്കോളജി. ഇവിടെ ഒരു AE ഉണ്ട്. അതാണ് ഇവിടുത്തെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. എപ്പോഴും എല്ലാവർക്കും തെറ്റിപ്പോണത്. എല്ലാവരും എന്ത് ചെയ്യും? ഗൈനക്കോളജി ഇങ്ങനെ എഴുതി വെക്കും. ഇവിടെ A കഴിഞ്ഞിട്ട് ഒരു E ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ആർക്കിയോളജി. കണ്ട, അവിടെയും എന്താണ്? A കഴിഞ്ഞിട്ട് ഒരു E ഉണ്ട്. അനീമിയ. അനീമിയ നമ്മൾ നോർമൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി വെക്കും. അനീമിയ തെറ്റാണ്. എന്താണ്? ANAE ആണ് അനീമിയ. കണ്ടോ, ഇവിടെ എല്ലായിടത്തും AEയുടെ ആ ഒരു കോമ്പിനേഷൻ വരുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Fill in the blanks using the appropriate phrasal verb. The match has been
ഡ്യൂ ടു ദ ബാഡ് വെതർ. മാച്ച് എന്ത് ചെയ്തിട്ടുണ്ടാകും? ക്യാൻസൽ ചെയ്തിട്ടുണ്ടാകും അല്ലെ. എന്താണ്? ഡ്യൂ ടു ദ ബാഡ് വെതർ, മോശം കാലാവസ്ഥ കാരണം മാച്ച് എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. അതിനെങ്ങനെയാ പറയുന്നത്? കോൾഡ് ഓഫ് അല്ലെ. ഉണ്ടോ? ക്യാൻസൽ ആൻ ഇവന്റ്, കോൾ ഓഫ് ആണ്. കോളിൻ എന്താ? പേ സംബഡി എ ഷോർട്ട് വിസിറ്റ്. കണ്ടോ? മൈ മം കോൾസ് ഇൻ എ ലാസ്റ്റ് നൈറ്റ് ഇൻ എ സാറാസ് ഹൗസ്. കോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താ വിസിറ്റ് ചെയ്യുന്നുള്ളത്. കോൾ ഔട്ട് അനൗൺസ് ആണ്. കോൾ അപ്പ് എന്താണ്? ടു ടെലിഫോൺ സംബഡി. കോൾ ബാക്ക് ആണെങ്കിൽ കോൾ അഗെയിൻ ലേറ്റർ. ഉണ്ടോ? കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ടാണ് അവർ തന്നിരിക്കുന്നത്. ടീച്ചർ കോൾഡ് ഔട്ട് ദ റിസൾട്ട്, അനൗൺസ് ചെയ്തു. കോൾ മീ അപ്പ് വെൻ യു നീഡ് ഹെൽപ്പ്. എന്നെ എന്താണ്? നിനക്ക് എപ്പോഴും ഹെൽപ്പ് വേണമെങ്കിൽ നിനക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ വിളിക്കാം. ഷീ വിൽ കോൾ ഹിം ബാക്ക് ഫോർ റിമൈൻഡർ. തിരിച്ച് വീണ്ടും വിളിക്കൂ എന്നുള്ള മീനിങ്ങിലാണ്. ദ സെറിമണി കോൾഡ് ഓഫ് ഡ്യൂ ടു ദ വെതർ. എന്താണ്? ആ സെറിമണി എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. മോശം ഡ്യൂ ടു ദ വെതർ, കാലാവസ്ഥ കാരണം. യൂസ് ദ കറക്റ്റ് ടെൻസ് ഫ്രം ഡാഷ് അല്ലെ. കറക്റ്റ് ടെൻസ് ഫ്രം ഹി യൂഷ്വലി ഡാഷ് ടു ഓഫീസ് ബൈ ബസ്. അവൻ എന്താണ്? സാധാരണയായി, ഹാബിച്വൽ ആക്ഷൻ ആണ്. യൂഷ്വലി അതൊക്കെ വരുമ്പോൾ എന്താ? ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. യൂഷ്വലി അവൻ എങ്ങനെയാ പോകുന്നത്? ടു ഓഫീസ് ബൈ ബസ്. ബസ്സിലാണ് ഓഫീസിൽ പോകുന്നത്. ഇവിടെ ഹാബിച്വൽ ആക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? അവിടെ നമുക്ക് സിമ്പിൾ പ്രസന്റ് മതി. അപ്പൊ എന്ത് വരും? ഹി ആയതുകൊണ്ട് തന്നെ അവിടെ ഗോസ് വരണം. ഹി യൂഷ്വലി ഗോസ് ടു ഓഫീസ് ബൈ ബസ് എന്നാണ് വരേണ്ടത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് യൂസിങ് ദ കറക്റ്റ് വെർബ്. നോക്കിക്കേ. ദ കട്ട്ലറി ഐ ബോട്ട് യെസ്റ്റർഡേ ഡാഷ് ക്വൈറ്റ് എക്സ്പെൻസീവ്. ഇവിടെ കട്ട്ലറി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് സിംഗുലർ ആയിട്ട് അടിക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് വരണം? അവിടെ ഈസ് ആണ് വരേണ്ടത് കേട്ടോ. ദ കട്ട്ലറി ഐ ബോട്ട് യെസ്റ്റർഡേ ഈസ് ക്വൈറ്റ് എക്സ്പെൻസീവ്. ആ ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. അല്ലാണ്ട് ഇവിടെ വേറെ വരുമെന്ന് ചിന്തിക്കരുത്. യെസ്റ്റർഡേ എന്ന് പറയുന്നതിനല്ല അവിടുത്തെ ഇമ്പോർട്ടൻസ് എന്താണ്? ഞാൻ ഇന്നലെ മേടിച്ച ആ ഒരു സാധനം, ആ കട്ട്ലറി എന്തായിരുന്നു? വളരെ എക്സ്പെൻസീവ് ആയിരുന്നു എന്നുള്ളത്. അപ്പൊ അവിടെ ഈസ് ആണ് പറയേണ്ടത്. വിച്ച് among the following is an adjective? അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് മുണ്ടൈൻ ആണ്. മുണ്ടൈൻ എന്ന് പറഞ്ഞാൽ ഓർഡിനറി, ആ ഒരു സാധാരണമായ ആ ഒരു മീനിങ് ആണ് ഓർഡിനറി. ഇതാണ് ഇവിടെ അഡ്ജക്റ്റീവ് ആയിട്ട് വരേണ്ടത്. മുണ്ടൈൻ മാൻ, ഓർഡിനറി മാൻ എന്നൊക്കെ പറയാം നമുക്ക്. ഓക്കെ. അതേപോലെ അൺകാനിലി എന്ന് പറഞ്ഞാൽ അസാമാന്യമായ, അതൊരു അഡ്വർബായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതേപോലെ കെമൻസ് എന്ന് പറയുന്നത് എന്താണ്? അതും വെർബായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. റിഗർ എന്ന് പറയുന്നത് നൗൺ ആയിട്ടും അതേപോലെ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് റിഗർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മീനിങ് ഒന്ന് പഠിച്ചു വെക്കാം. മുണ്ടൈൻ മീൻസ് എന്താണ്? ഓർഡിനറി എന്നുള്ളതാണ്. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. someone has asked to John to make the speech at the meeting. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അല്ലെ, ജോൺ ഈസ് ആസ്ക്ഡ് ടു മേക്ക് ദ സ്പീച്ച് അറ്റ് ദ മീറ്റിംഗ് ബൈ someone has asked ജോൺ ടു മേക്ക് എ സ്പീച്ച് അറ്റ് ദ മീറ്റിംഗ്. അവർ ആരോ പറഞ്ഞു എന്താണ്? ജോണോട് പറഞ്ഞു എന്താണ്? ആ ഒരു മീറ്റിംഗിൽ എന്ത് ചെയ്യണം? ഒരു സ്പീച്ച് നടത്തണം എന്നുള്ളത്. ഇവിടെ ഹാസ് ഹാവ് ഒക്കെ വരുമ്പോഴേക്കും ഒരു ബീൻ വേണം എപ്പോഴും നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും. അതൊന്നും ഓർമ്മ ഉണ്ടായാൽ മതി. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് ടെൻസ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഹാസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഹാസ് ബീൻ എന്നൊരു ഫോം ആയിരിക്കും വരേണ്ടത്. ജോൺ ഹാസ് ബീൻ ആസ്ക്ഡ് ടു മേക്ക് എ സ്പീച്ച് അറ്റ് ദ മീറ്റിംഗ് ബൈ someone എന്നുള്ളത്. ഓക്കെ. Pick out the word from the option which means to swear falsely. To swear falsely എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പെർജോർ ആണ്. പെർജോറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടു സ്വെയർ ഫോൾസ്ലി. അപ്പൊ എന്താണ് പെർജോർ എന്ന് പറഞ്ഞാൽ? ടു സ്വെയർ ഫോൾസ്ലി നമ്മൾ എന്താ പറയുക? കള്ളസാക്ഷി പറയുക എന്നൊക്കെ പറയില്ല. അതിനെയാണ് നമ്മൾ പെർജോർ എന്ന് പറയുന്നത്. പെർജോർ. പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ ഓപ്ഷൻ വിച്ച് മീൻസ് എന്താണ്? ടു സ്വെയർ ഫോൾസ്ലി. പഠിച്ചു വെക്കണേ. ടു സ്വെയർ ഫോൾസ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? പെർജോർ. പെർജോർ മീൻസ് എന്താണ്? കള്ളസാക്ഷി പറയുക എന്നുള്ളത്. ചൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി. ലെറ്റ്സ് വരുമ്പോൾ നമുക്കറിയാം, ഒന്നും നോക്കണ്ട, ആൻസർ എന്തായിരിക്കും? ഷാൽ വി ആണ്. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി, ഷാൽ വി. Which among the following is a synonym of the word pensive? പെൻസീവിന്റെ സിനോണിം ആണ് നമുക്ക് വേണ്ടത് അല്ലെ. പെൻസീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ചിന്താകുലനായിട്ടിരിക്കുക എന്നൊക്കെ, ആലോചിച്ചിരിക്കുക, ആ ഒരു മീനിങ് ആണ് പെൻസീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ വരേണ്ടത് സിനോണിം അല്ലേ വേണ്ടത്? കണ്ടംപ്ലേറ്റീവ് ആണ്. കണ്ടംപ്ലേറ്റീവ്. ഓക്കെ. പെൻസീവ് മീനിങ് കൂടി പഠിച്ചു വെക്കുക. ചിന്താകുലനായിട്ടിരിക്കുക, അല്ലെങ്കിൽ എന്താണ്? ഭയങ്കര ധ്യാനിച്ചിരിക്കുക, ഒത്തിരി ഇങ്ങനെ ചിന്തിച്ച് ചിന്താകുലന, അത് തന്നെയാണ് എൻ്റെ മീനിങ് ആയിട്ട് വരേണ്ടത്. അപ്പൊ എന്താണ് ഓപ്പോസിറ്റ്? എന്താണ്? കണ്ടംപ്ലേറ്റീവ്. ഒന്ന് പഠിച്ചു വെക്കണേ. നെക്സ്റ്റ് നോക്കാം. ശരിയായ രൂപം എഴുതുക. കൈയെഴുത്തിന്റെ ശരിയായ രൂപം ഏതാണ്? കൈയെഴുത്ത് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരേണ്ടത്. കൈയെഴുത്ത്. ഓക്കെ. ഇനി ഉണ്ടോ? ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കണേ. കൈയെഴുത്ത് ശരിയായ രൂപം ഇതാണ്. ഇനി കാരാഗ്രഹം, അതെങ്ങനെയാ എഴുതേണ്ടത്? കാരാഗ്രഹം. ഇതാണ് കേട്ടോ കറക്റ്റ് ആയ രൂപം എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് തരുന്ന എപ്പോഴും ഇങ്ങനെയായിരിക്കും, കാരാഗ്രഹം എന്ന് പറഞ്ഞു തരും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, നെന്മണി എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് നെന്മണി പിരിച്ചെഴുതേണ്ടത്?
നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, നെല് പ്ലസ് മണി അല്ലെ, നെല് പ്ലസ് മണിയാണ് നെന്മണി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ PSCയുടെ ഫൈനൽ ആൻസർ ആയിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ല് എന്ന് എഴുതണതും ഇല്ലെന്ന് എഴുതണതും സെയിം ആണ്, ള് എന്ന് എഴുതണതും ഇള്ളെന്ന് എഴുതണതും സെയിം ആണ്, മ് അല്ലല്ലോ പിന്നെ എന്തായിരുന്നു, ന് എന്ന് എഴുതണതും ഇന്നെന്ന് എഴുതണതും ഒക്കെ സെയിം ആണെന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതും കൂടി ഓപ്ഷൻ ആയിട്ട് വരണം. നെല് പ്ലസ് മണി നെന്മണിയാണ്. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ അവർ തന്നിരിക്കുന്ന ആൻസർ ആയിട്ട് തന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ ആൻസർ, ഫൈനൽ ആൻസർ കീഴില്. അതേപോലെ നമ്മൾ വേറെ കുറച്ച് പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ, വെള് പ്ലസ് മാ എന്താണ്, വെണ്മ. വെള് പ്ലസ് മാ എന്താണ്, വെണ്മയാണ്. പിന്നെ എന്താണ്, നല് പ്ലസ് മാ എന്താണ്, നന്മയാണ്, നന്മ. ഓക്കെ. അതേപോലെ കല് പ്ലസ് മതിൽ എന്താണ്, കല് പ്ലസ് മതിൽ എന്ന് പറയുന്നത് കന്മതിൽ. നെക്സ്റ്റ് നോക്കാം, വ്യാകരണം അറിയുന്നവന്റെ ഒറ്റപ്പദം. വ്യാകരണം അറിയുന്നവനെയാണ് എന്ത് പറയുന്നത്, വൈയാകരണൻ. വ്യാകരണം അറിയുന്നവൻ വൈയാകരണനാണ്. രാഗങ്ങളെ അടക്കിയവൻ ആരാണ്, അത് വൈരാഗി. വിധിയെ സംബന്ധിച്ചതിന് എന്ത് പറയും, വൈദികം. വിധിയെ സംബന്ധിച്ചതാണ് വൈദികം എന്ന് പറയുന്നത്. ഓക്കെ. ചിലർ എന്ന പദം ഏത് വചനമാണ്? ചിലർ എന്ന് പറയുമ്പോൾ അവിടെ എന്താകാം, ഏകവചനമല്ല അല്ലെ. ചിലർ എന്ന് പറയുമ്പോൾ കുറച്ചധികം പേരുണ്ട്. സലിംഗ ബഹുവചനമാണോ, ദ്വിവചനമാണോ, അലിംഗ ബഹുവചനമാണോ? അവിടെ എന്ന് പറഞ്ഞാൽ അലിംഗമാണ് അല്ലെ. അവിടെ നമുക്ക് ആരും ആകാം. ചിലർ എന്ന് പറയുമ്പോൾ അത് ആണുങ്ങളോ പെണ്ണുങ്ങളോ ആര് വേണമെങ്കിലും ആകാം അവിടെ. അപ്പൊ അത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. പല്ലവപുടം വിഗ്രഹിക്കുക. പല്ലവപുടം എന്ന് പറയുമ്പോൾ എന്താണ്, പല്ലവത്തിന്റെ പുടമാണ് പല്ലവപുടം എന്ന് പറയുന്നത്. പല്ലവത്തിന്റെ പുടമാണ് പല്ലവപുടം. സമാന പദം എഴുതുക. മഞ്ഞിന്റെ പര്യായമാണ് ചോദിച്ചിരിക്കുന്നത്. മഞ്ഞിന്റെ പര്യായമായിട്ട് എന്ത് വരും, നമുക്കിവിടെ പ്രാലേയം എന്ന് പറയുന്നത് എന്താണ്, മഞ്ഞാണ്. വർഷം എന്ന് പറയുമ്പോൾ എന്താണ്, വർഷം നമുക്കറിയാം മഴ എന്ന് പറയും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ നോർമലി വർഷത്തിന് രണ്ടർത്ഥമുണ്ട്. മറ്റേ ഇതും പറയും, നമ്മുടെ ഇയർ വർഷം എന്ന് പറയും. ഓക്കെ. ഇനി മാർഗം എന്താണ്, മാർഗം ഈ ഗായല്ലേ. ഈ ഗായാണെങ്കിൽ എന്താണ്, വഴിയാണ് കേട്ടോ, വഴി. അതേപോലെ തന്നെ മറ്റെന്തൊക്കെ പറയാം നമുക്ക്, പദം, അതേപോലെ പാത, അതൊക്കെ മാർഗം, വഴി എന്നുള്ള മീനിങ്ങിൽ വരുന്നതാണ്. ഇനി മഴയ്ക്ക് മറ്റു മീനിങ്സുകൾ എന്തൊക്കെയാ പഠിക്കുന്നത്, നമ്മൾ വർഷം മഴയാണെന്ന് നമുക്കറിയാം. പിന്നെ എന്തൊക്കെയുണ്ട്, മാരിയുണ്ട്, വൃഷ്ടിയുണ്ട്, ഇതെല്ലാം എന്താണ്, മഴയാണ്. സമാന പദം എഴുതുക. ഓക്കെ, അത് നമ്മൾ എടുത്തല്ലേ. മാൻ എന്ന വാക്കിന്റെ പര്യായം ഏത്? മാൻ എന്ന് പറയുമ്പോൾ ഏതാണ് ഇവിടെ, ഏണമാണ് മാനായിട്ട് വരേണ്ടത്. അപ്പൊ ഒന്ന് പഠിച്ചു വെക്കണം. മാനിന്റെ മറ്റു പര്യായ വാക്കുകളാണ് ഏണം, അതേപോലെ എന്ത് വരും, കുരങ്ങനല്ല കുരംഗം, അതേപോലെ ഹരിണം, ഇതെല്ലാം എന്താണ്, മാനാണ്. ഈ വാരണം എന്താണ്, വാരണം എന്ന് പറയുമ്പോൾ അത് ആനയാണ്, ആന. അതേപോലെ തന്നെ എന്താണ്, കേസരി ആരാണ്, സിംഹമാണ്, സിംഹത്തിന്റെ പര്യായ പദങ്ങളിൽ വരുന്നതാണ് കേസരി. അതേപോലെ ഹരി. പിന്നെ മൃഗേന്ദ്രൻ, പഞ്ചാസ്യൻ, ഇതെല്ലാം എന്താണ്, നമ്മുടെ ഈ പറയുന്ന സിംഹത്തിൻ്റെതാണ്. ആനയുടെ പര്യായങ്ങൾ എപ്പോഴും കയറി ചോദിക്കുന്നതാണ്. ആന ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, വാരണം പറഞ്ഞു. പിന്നെ എന്തുണ്ട്, കരിയുണ്ട്, കരി, ഗജം, ഹസ്തം, പിന്നെന്താണ്, വിരാണി, കളഭം, ഇതൊക്കെ എന്താണ്, ആനയുടെ പര്യായ പദങ്ങളാണ്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം, ചേർത്തെഴുതുക. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ചേർത്തെഴുതുക എന്താണ്, ചാ പ്ലസ് ഉന്നു എന്താണ്, ചാകുന്നു. ചാ പ്ലസ് ഉന്നു എന്താണ്, ചാവുന്നു ആണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ചാ പ്ലസ് ഉന്നു ചാവുന്നു. ശരിയായ വാക്യം എഴുതുക. ഇവിടെ ഏതാണ് ശരിയായ വാക്യമായിട്ട് വരേണ്ടത്, മറ്റിതര സംസ്ഥാനങ്ങളുടെയും കഥ ഇതിൽ നിന്ന് വ്യക്തമല്ല. ഏകദേശം 100ഓളം പുസ്തകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോ വിദ്യാർത്ഥിയും ഓരോ പുസ്തകങ്ങൾ കൊണ്ടുവരണം. നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്, നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഇവിടുത്തെ തെറ്റ് എന്താന്ന് നോക്കിക്കേ. ഓരോ ലൈൻസിലും നമുക്കറിയാം തെറ്റുണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്ക് ശരിയായ വാക്യമായിട്ട് നമ്മൾ ലാസ്റ്റത്തെ എടുത്തത്. അപ്പൊ ഇവിടെ എന്താന്ന് നോക്കിയേ, മറ്റിതര സംസ്ഥാനങ്ങൾ, ഇതര രണ്ടും എന്താണ്, ഒരേ വാക്കാണ്. ഒന്നെങ്കിൽ മറ്റ് സംസ്ഥാനം എന്ന് മതി, അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങൾ എന്ന് മതി. അപ്പൊ എന്താണ്, ഇതിവിടെ തെറ്റാണ്.
ഏകദേശം 100ഓളം പുസ്തകങ്ങൾ, ഏകദേശം 100ഓളം, രണ്ടും എന്താണ്, ഒരു ഇമാജിനറി കണ്ടീഷൻ, ഏകദേശം അല്ലെങ്കിൽ നമുക്ക് ഏകദേശം 100 പുസ്തകങ്ങൾ അല്ലെങ്കിൽ എന്താണ് 100ഓളം പുസ്തകങ്ങൾ, അങ്ങനെ മതി നമുക്ക്. അപ്പോൾ ഇതും എന്താണ്, തെറ്റാണ്. ഓരോ വിദ്യാർത്ഥിയും ഓരോ പുസ്തകങ്ങൾ കൊണ്ടുവരണം, ഓരോ വിദ്യാർത്ഥിയും ഓരോ പുസ്തകങ്ങൾ വേണ്ട, പുസ്തകം കൊണ്ടുവരണം എന്ന് മതി. ഓക്കെ, അപ്പൊ ഇതും തെറ്റാണ്. സുപ്രസിദ്ധം എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? സുപ്രസിദ്ധം എന്താണ് ഓപ്പോസിറ്റ് ആയിട്ട് പറയേണ്ടത്? കുപ്രസിദ്ധം. സുപ്രസിദ്ധം എന്താണ്? കുപ്രസിദ്ധം. ഓക്കെ, പ്രസിദ്ധം, പ്രസിദ്ധമാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് വരും? അപ്രസിദ്ധം. ഉണ്ടോ? പ്രസിദ്ധം അപ്രസിദ്ധം വരാം. കുപ്രസിദ്ധം എന്താണ്? സുപ്രസിദ്ധം. പിന്നെന്താണ് പറയേണ്ടത്? അതേപോലെ സു കൊണ്ട് മറ്റൊരു വാക്കാണ് സുകൃതം. സുകൃതത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ദുഷ്കൃതം പറയും, ദുഷ്കൃതം പറയും. അതേപോലെ തന്നെ എന്ത് പറയും? അകൃതം പറയും. ദുഷ്കൃതവും ഉണ്ട്, അകൃതവും ഉണ്ട്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1, 5, 14 എന്ന സംഖ്യാശ്രേണിക്ക് പറയുന്ന പേരെന്ത്? 1, 5, 14. ഈ ശ്രേണിയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കിക്കേ. 1, 5, 14 ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഓരോ ശ്രേണിയോടുകൂടിയും ഒന്നിനോടുകൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 1, 5, 14. ഇവിടെ ഒന്നിനോട് നമ്മൾ എത്രയാ കൂട്ടിയിരിക്കുന്നത്? 4 കൂട്ടി. 5നോട് നമ്മൾ 9 കൂട്ടി. അടുത്ത എത്രയായിരിക്കണം? 14നോട് നമുക്ക് 16 കൂട്ടി ഇവിടെ 30 വരണം. ഈ സംഖ്യകൾ എന്ന് പറയുന്നത് ഓരോ നമ്പേഴ്സിന്റെ സ്ക്വയർ ആണ്. അടുത്ത എത്രയായിരിക്കണം? ഇതിനോട് കൂടി 25 കൂട്ടണം. അതായത് 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ, ഇങ്ങനെയാണ് നമ്മളിത് കൂട്ടിയിരിക്കുന്നത്. ഇത്തരം സംഖ്യകളെ പറയുന്ന പേരെന്ന് പറയുന്നത് പിരമിഡ് സംഖ്യകൾ എന്നാണ്. അല്ലെങ്കിൽ എന്താണ് അതിനെ പറയുന്നത്? സ്തൂപിക സംഖ്യകൾ. സ്തൂപിക, പിരമിഡ്, സ്തൂപിക സംഖ്യകൾ എന്ന് പറയും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷിൽ ഒരു മാക്സിമം ഒരു ആവറേജ് ആയിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഒരു 5-6 മാർക്കൊക്കെ സ്കോർ ചെയ്യാനേ പറ്റുള്ളൂ. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉള്ളത് ഒരു 3-4 ക്വസ്റ്റ്യൻസ് തന്നെ നല്ല രീതിക്ക് കാൽക്കുലേഷൻസ് ഉള്ളതും, അതേപോലെ തന്നെ എന്താണ് അത്യാവശ്യം ഈ ഒരു ടോപ്പിക്ക് ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ അതേപോലെ 1-2 ക്വസ്റ്റ്യൻ ഉണ്ട് അങ്ങനെ ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ടുള്ളതും കുറച്ചധികം നമ്മുടെ സമയം കളയുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. 3 സംഖ്യകളുടെ തുക 572. ഒന്നാമത്തേത് രണ്ടാമത്തേതിന്റെ ഇരട്ടിയാണ്. 3 സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊക്കെയാണ്. ഇപ്പൊ സംഖ്യകൾ നമുക്ക് ABC ആക്കി കൊടുക്കാം. ABC, ഇതാണ് 3 സംഖ്യകൾ. ഒന്നാമത്തേത് രണ്ടാമത്തേതിന്റെ ഇരട്ടിയാണ്. അപ്പൊ രണ്ടാമത്തേതിനെ കമ്പയർ ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് X ആണെങ്കിൽ, രണ്ടാമത്തെ സംഖ്യ X ആണെങ്കിൽ ഒന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഇതിന്റെ ഇരട്ടിയാണ്. മൂന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഒന്നാമത്തെ സംഖ്യയുടെ, ഇതാണ് ഒന്നാമത്തെ സംഖ്യ, അതിന്റെ 1/3 പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവയിൽ ഒരു സംഖ്യ താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇവയെല്ലാം കൂടി കൂട്ടി നോക്കാം. അതല്ലേ തന്നിരിക്കുന്നത്. സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും? 2x/3 എന്ന് വരും അല്ലെ. സംഖ്യകളുടെ തുക 572 ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, ഇത് 2x-ഉം x-ഉം കൂടി കൂട്ടുമ്പോൾ 3x + 2x/3 = 572 എന്ന് വരും. ഇവിടെ എന്ത് വരും? 3 × 3 9x + 2x / 3 എന്ന് പറയുന്നത് 572 ആണ്. 11x എന്ന് പറയുന്നത് ഇവിടെ എത്ര വരും? 572 × 3 x എന്ന് പറയുമ്പോൾ എത്ര വരും? 572 × 3 / 11. 11ഉം 572 കട്ട് ചെയ്ത് പോകും. ഇവിടെ 5 തവണ അല്ലെ. 5 × 5 55 ആണ്. ബാക്കി ഇവിടെ എത്ര വരും? റിമൈൻഡർ ആയിട്ട് നമുക്കിവിടെ വരുന്നത് 2 വരും. 22ൽ എത്ര തവണയാണ്? 2 തവണ. 52 × 3 എന്ന് വരും. 52 × 3 ആണ് എക്സിന്റെ വാല്യൂ. അതായത് 106 ആണ് എക്സിന്റെ വാല്യൂ. അപ്പൊ എക്സ് 106 ആണെന്ന് കിട്ടി അല്ലെ. ഇപ്പൊ 2x എത്രയായിരിക്കും? 312. 106 അല്ല, 156. 156 ആണ്. എക്സ് 156 ആണ്. 52 × 3 അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ 312 വരും. 2x എന്ന് പറയുന്നത് 300, ഇവിടെ 156. 2x എന്ന് പറയുന്നത് 312 വരും. ഇനി എന്താണ് ഇവിടെ വേണ്ടത്? സി എന്ന് പറയുന്നത് അതിന്റെ 3 മടങ്ങ്. അപ്പൊ 312ന്റെ /3 ചെയ്താൽ മതി. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്ര വരും? 104 വരും. ഇത് 3ഉമാണ് നമ്മുടെ സംഖ്യകൾ എന്ന് പറയുന്നത്. ഈ തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ഒന്ന് ഇതിലുണ്ടാന്ന് നോക്കിയാൽ മതി. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ABC എന്നിവർക്ക് യഥാക്രമം 20, 30, 60 ദിവസങ്ങളിൽ ഒരു ജോലി ചെയ്തു തീർക്കാൻ കഴിയും. എക്ക് 20 ദിവസം വേണം, ബിക്ക് 30 ദിവസം വേണം, സിക്ക് 60 ദിവസം വേണം. ഇവരുടെ നമ്മൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? LCM കണ്ടുപിടിക്കണം. LCM എന്ന് പറയുന്നത് 60 ആണ്. 20 60 ആകാനായിട്ട് 3 കൊണ്ട് ഗുണിച്ചാൽ മതി. 30 60 ആകാനായിട്ട് 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 60 60 ആകാൻ 1 കൊണ്ട് ഗുണിച്ചാൽ മതി. സോ നമുക്കിവിടെ ഓരോരുത്തരുടെയും എഫിഷ്യൻസി കിട്ടും. എ എന്ന് പറയുന്നത് 3 ആണ്, ബി എന്ന് പറയുന്നത് ബിയുടെ എഫിഷ്യൻസി 2 ആണ്, സിയുടെ എഫിഷ്യൻസി 1 ആണ്.
അപ്പം നമുക്ക് ടോട്ടൽ ചെയ്ത് തീർക്കേണ്ട വർക്ക് 60ആണ്. ഓരോരുത്തരുടെ എഫിഷ്യൻസിയും നമുക്ക് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആദ്യം പറഞ്ഞിരിക്കുന്ന ഓരോ 3-ാം ദിവസവും ബിയും സിയും ജോലിക്ക് വരുവാണ്. അപ്പൊ ആദ്യത്തെ ദിവസം ആകുമ്പോൾ എ മാത്രമേ ഉള്ളൂ. അപ്പൊ എ എന്ത് ചെയ്തു? 3 ജോലി ചെയ്തു. രണ്ടാമത്തെ ദിവസവും എ മാത്രമേ ഉള്ളൂ. അപ്പോഴും എ എന്ത് ചെയ്തു? 3 ജോലി ചെയ്തു. എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3 ആണ്. മൂന്നാമത്തെ ദിവസം ആയപ്പോഴേക്കും കൂട്ടത്തിൽ ആരൊക്കെ വന്നു? എ ഉണ്ട്, ബി ഉണ്ട്, സിയും കൂട്ടത്തിൽ വന്നു. അപ്പൊ ഇവിടെ എന്ത് വരും? 3+2+1 എന്ന് വരും. അതായത് 6. സോ ടോട്ടൽ എന്ന് പറയുന്നത് എത്ര വരും? 12 ആകും അല്ലെ? 6 12 വർക്കാണ് 3 ദിവസം കൊണ്ട് ഇവർ ചെയ്യുന്നത്. 12 വർക്കാണ്. നാലാമത്തെ ദിവസം വന്നു. നാലാമത്തെ ദിവസം വരുമ്പോൾ വീണ്ടും എഗെയിൻ ആരാണ്? എ ഒറ്റയ്ക്കാണ്. അപ്പൊ 3 വർക്കാകും. 5-ാമത്തെ ദിവസം വരുമ്പോഴും എ ഒറ്റയ്ക്കാണ്, 3 വർക്കാകും. 6-ാമത്തെ ദിവസം ഓരോ 3-ാം ദിവസവുമാണ് കൂട്ടത്തിൽ സഹായിക്കാനായിട്ട് ആള് വരുന്നത്. 3+2+1 എന്ന് പറയുന്നത് 6ആണ്. എഗെയിൻ ഇവിടെ 12 ആണ്. അപ്പൊ നമ്മുടെ മൊത്തം ജോലി എന്ന് പറയുന്നത് 60 മൊത്തം ജോലി. ആദ്യത്തെ 3 ദിവസം കൊണ്ട് ഇവർ 12 ചെയ്തു, പിന്നെയും 12 ചെയ്തു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 5 സെറ്റ് വേണം അല്ലെ? 5 സെറ്റ് ആകുമ്പോഴാണല്ലോ ഈ പറയുന്ന 12 × 5 അല്ലേ 60 എന്ന് പറയുന്നത്. അങ്ങനെ ഇതേ ഇവിടം വരെയും വരുമ്പോഴേക്കും ആദ്യത്തെ 3 ദിവസം കഴിയും. ഇവിടെ 6 ദിവസമാകും, ഇവിടെ 9 ആകും, ഇവിടെ 12 ആകും, ഇവിടെ എത്രയാവും? 15. 15 സെറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ജോലി തീരും. അപ്പൊ ഇവിടുത്തെ ദിവസത്തിന്റെ എണ്ണം എത്രയാണ്? 15 ദിവസമാണ്. അതായത് 5 സെറ്റാണുള്ളത്. ഓരോ 3 എണ്ണത്തിന്റെ 5 സെറ്റ്. അപ്പൊ എത്ര ദിവസമാണ്? 5 × 3 15 ദിവസം കൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഈ ജോലി പൂർത്തിയാക്കുന്നത്. ഓക്കെ, അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓരോ 3-ാമത്തെ ദിവസം മാത്രമാണ് അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട്, എക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ബിയും സിയും ഒക്കെ വരുന്നത്. 3/4, 1, 1/2, 2, 1/4 എന്ന ശ്രേണിയിലെ അല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. 3/4, 1, 1/2 നമുക്ക് നേരെ ക്രോസ് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യണം? മിക്സഡ് ഫ്രാക്ഷനിൽ വന്നിരിക്കുന്ന 1 × 2 2, 2+1 ഇവിടെ എന്ത് വരും? 3/2 എന്ന് വരും. ഇവിടെ നോക്കിക്കേ, 4 × 2 8, 8+1 9/4 എന്ന് വരും. ഇവിടെ 9/4 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെയും നമുക്ക് 2 കൊണ്ട് ഗുണിച്ചിട്ട് ഡിനോമിനേറ്റർ സെയിം ആക്കാം. അപ്പൊ ഇവിടെ എന്ത് വന്നു? 6/4 വന്നു. 3, 6, 9. അപ്പൊ അടുത്ത എന്തായിരിക്കും വരേണ്ടത്? 12/4. അടുത്ത എന്തായിരിക്കും വരേണ്ടത്? 15/4. അടുത്ത എന്തായിരിക്കണം വരേണ്ടത്? 15 കഴിയുമ്പോഴേക്കും 18/4 വരണം. പിന്നെ എത്രയാ വരേണ്ടത്? 21/4 വരണം. അടുത്തത് 24/4 വരണം. 3 കൂട്ടിയാണ് വരേണ്ടത്. നോക്കിക്കേ, ഇവിടെ വന്നിരിക്കുന്നതില് ഈ പറയുന്ന 3/4 നമുക്കറിയാം. ഇതിൽ വരാത്ത ശ്രേണിയിൽ വരാത്തതെന്ന് ചോദിക്കുമ്പോഴേക്ക് ഈ 12/4 എന്ന് പറയുന്നത് എന്താണ്? 12നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ആണ്. അപ്പൊ 3 ഈ ശ്രേണിയിലുണ്ട് അല്ലെ? പദമല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. 15/4 എന്ന് പറയുമ്പോഴും 18/4 പിന്നെ വന്നിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 24/4. 24/4 എന്ന് പറയുന്നത് 6 ആണ്. 3 വന്നിട്ടുണ്ടെങ്കിൽ 3ന്റെ മൾട്ടിപ്പിൾസ് എല്ലാം വരണം അല്ലെ? അപ്പൊ ഇവിടെ എന്ത് വന്നു? ഇവിടെ നമുക്കിവിടെ ഈ 6, 9 ഒക്കെ വരും. ഇവിടെ അതിന്റെ ഇടക്ക് 3 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് വന്നിരിക്കുന്ന 6 ആണ്. ഇവിടെ എന്താണ് ഇപ്പൊ വരാത്തത്? 4 അവിടെ വന്നിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 17 പവർ 7.5 ഡിവൈഡഡ് ബൈ 17 പവർ 3.5 ഇൻറ്റു 17 പവർ 4.5 ഈക്വൽ ടു 17 പവർ ക്വസ്റ്റ്യൻ മാർക്ക്. ഇവിടെ നമുക്ക് ആദ്യം ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ബോർഡ് മാസിൽ റൂൾ ഉണ്ടല്ലേ, നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സബ്ട്രാക്ഷൻ എല്ലാം കൂടി ഒരുമിച്ച് വന്ന് ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ്? ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കിവിടെ ഡിവിഷൻ ചെയ്യാം. ലോ ഓഫ് എക്സ്പോണൻസ് കൃത്യങ്ക നിയമങ്ങൾ അനുസരിച്ച് എന്താണ്? എ പവർ എം ഡിവൈഡഡ് ബൈ എ പവർ എൻ എന്ന് പറയുന്നത് എ പവർ എം മൈനസ് എൻ ആണ്. അപ്പൊ ഇവിടെ ആൻസർ എങ്ങനെ വരും? 17 പവർ 7.5. ഇത് എം, ഇത് എൻ ആണെങ്കിൽ എം മൈനസ് എൻ ആണ്. 17.5 മൈനസ് 3.5 എന്നാകും. ഇൻറ്റു 17 പവർ 4.5 ആണ് 17 പവർ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത്. 7.5 4.5 കുറക്കുമ്പോൾ നമുക്കറിയാം ആൻസർ എത്രയാണ്? 4 ആണ്. ഇൻറ്റു 17 പവർ 4.5. ഇനി ലോ ഓഫ് എക്സ്പോണൻസിൽ മൾട്ടിപ്ലിക്കേഷൻ ലോ എന്താണ് പറയുന്നത്? എ പവർ എം ഇൻറ്റു എ പവർ എൻ ആണ് എങ്കിൽ എ പവർ എം പ്ലസ് എൻ ആണ്. ഡിവിഷൻ ആണെങ്കിൽ മൈനസ് ആകും, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ പ്ലസ് ആകും. അപ്പോൾ ഇവിടെ ആൻസർ എങ്ങനെ വരും? 17 പവർ 4 പ്ലസ് 4.5 എന്ന് വരും. ഓക്കെ, അപ്പോൾ ആൻസർ എങ്ങനെ വരും? 17 പവർ 8.5 എന്ന് വരും. ഇതാണ് അപ്പൊ 17 പവർ 8.5. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി 8.5 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇവിടെ എന്താണ്? ബേസ് എല്ലാം സെയിം ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ബേസ് സെയിം അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ബേസ് സെയിം ആക്കണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം.
ഓരോ വർഷവും 15% വീതം ഈ വേസ്റ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പഠന റിപ്പോർട്ട്. 2020 ഏകദേശം 20 കോടി ടൺ ഇ വേസ്റ്റ് ഉണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ 2024 ആകുമ്പോൾ എത്ര ടൺ ഇ വേസ്റ്റ് ഉണ്ടാകും? ഇത് നമ്മുടെ SCRT 8ാം ക്ലാസ്സിലെ മറ്റൊരു ടെക്സ്റ്റ് ബുക്കാണ്, നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് ശരിക്കും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് 15% ഇ വേസ്റ്റ് ആണ്. നമുക്ക് അതിന് എന്ത് ചെയ്യാം? 20 കോടി ടൺ, അതൊന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് 20 ആക്കി തന്നെ കൊടുക്കാം. 15% എന്ന് പറയുമ്പോൾ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 115/100. അങ്ങനെ എത്ര വർഷമാണ് പറയുന്നത്? 2020 മുതലിട്ട് 2024 വരെ 4 വർഷത്തെ കാര്യം നമുക്ക് കണ്ടുപിടിക്കണം. 115/100 ഇൻറ്റു 115/100 ഇൻറ്റു 115/100. നമ്മൾ a ഇൻറ്റു 1 + r/100 വെച്ച് പഠിക്കില്ല, ആ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. ഇത് ചെയ്താൽ നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 20 ഇൻറ്റു ഇവിടെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് കട്ട് ചെയ്യാം. 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോഴേക്കും നമുക്കിവിടെ 23 ഇവിടെ എത്ര വരും? 50 എന്ന് വരും. 5 കൊണ്ടല്ലേ കട്ട് ചെയ്യണം, അപ്പോൾ 20 വരും. 23/20 എന്ന് വരും. അങ്ങനെ ഇവിടെ എല്ലായിടത്തും നമുക്ക് കട്ട് ചെയ്യാം. 23/20, 23/20, 23/20. എല്ലാത്തിനെയും നമ്മൾ 5 കൊണ്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യാം? ഈ 20ഉം 20ഉം കട്ടായിപ്പോയി. 23 × 23 എന്ന് പറയുന്നത് 529 ആണ്. ഇൻറ്റു ഇവിടെയും വേണ്ടി 23 × 23, ഇവിടെയും 529 വരും. ഡിവൈഡഡ് ബൈ 2 × 2 4, 4 × 2 8, 8 ഇൻറ്റു 1000 എന്ന് കൊടുക്കാം. പോയിന്റ് ആക്കി ഇടാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. 529 × 529 എന്ന് പറയുന്നത് കാൽക്കുലേഷൻസ് ആണ്. ഇവിടെ എല്ലാം നമുക്ക് ചെയ്യാനുണ്ട്. 27, 9, 8, 4, 1 എന്ന് വരും ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 1000 എന്ന് വരും. ഈ സംഖ്യയും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഏകദേശം 3, 4, 9, 8 സംതിങ് വരും, 0 വരും. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇതിനെ കട്ട് ചെയ്യുമ്പോഴേക്കും ഇവിടെ പോയിന്റ് ഇടുമ്പോഴേക്കും ഇങ്ങനെ വരും ആൻസർ. ഏകദേശം 34.98 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇതെന്ത് ചെയ്യുക? മാത്സ് അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്നതാണ്. കാൽക്കുലേഷൻസ് ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ചെയ്യുക ഇങ്ങനത്തെ ക്വസ്റ്റൻസ് കാണുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി സമയം പോകും. എന്ത് ചെയ്യുക? ജസ്റ്റ് അങ്ങ് സ്കിപ്പ് ചെയ്തേക്ക്. ലാസ്റ്റ് വരുമ്പോഴേക്കും നമ്മൾ പരീക്ഷയൊക്കെ ഒരുവിധം എല്ലാം അറ്റൻഡ് ചെയ്തു, പിന്നെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റൻസിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാതെ എന്ത് ചെയ്യരുത്? ഇതിൽ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് ചിലപ്പോൾ ഈ ഒരൊറ്റ ക്വസ്റ്റിന് നമ്മൾ ചിലപ്പോൾ ചെയ്യും, ഇതിങ്ങനെ കാൽക്കുലേഷൻസ് എവിടെയെങ്കിലും ഒരിടത്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആൻസറും കിട്ടത്തില്ല. അതിന് ഒത്തിരി സമയം നമ്മൾ കഴിയുമ്പോൾ ചിലപ്പോൾ അപ്പുറത്തെ 5 6 ക്വസ്റ്റൻസ് നമുക്ക് അവിടെ മിസ്സാകും. അപ്പം എന്ത് ചെയ്യുക? ഇത്ര വലിയ കാൽക്കുലേഷൻസ് ആണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് അങ്ങ് സ്കിപ്പ് ചെയ്യുക, അടുത്തയിലേക്ക് പോവുക. ഏറ്റവും അവസാനം സമയം കിട്ടുവാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? അഗൈൻ ആ ക്വസ്റ്റനിലേക്ക് വന്നിട്ട് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു വശം 2 സെന്റിമീറ്റർ ആയ സമചതുരത്തിന്റെ വികർണം വൃത്തത്തിന്റെ വ്യാസമാണ് എങ്കിൽ വൃത്തത്തിന്റെ ചുറ്റളവ് എത്ര? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഒരു സമചതുരമാണ് എങ്കിൽ അതിന്റെ വികർണം എന്ന് പറയുന്നത് എന്തായിരിക്കും? a√2. ഇവിടെ വശം a ആയ സമചതുരത്തിന്റെ വികർണം a√2 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത് തന്നെ √2 മടങ്ങാണെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വികർണം എന്ന് പറയുന്നത് വൃത്തത്തിന്റെ വ്യാസമാണ്. ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വൃത്തത്തിന്റെ ചുറ്റളവ് എത്ര? അപ്പൊ ഇവിടെ വൃത്തത്തിന്റെ വ്യാസം ഇവിടെ എത്രയാണ് വരേണ്ടത്? a√2 എന്ന് പറയുമ്പോൾ 2a√2 ആണ് വ്യാസം എന്ന് പറയുന്നത്. ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 2πr ആണ് ചുറ്റളവ്. അല്ലെങ്കിൽ എന്ത് പറയാം? πd അല്ലെ. 2r അല്ലേ നമ്മുടെ ഡയഗണൽ എന്ന് പറയുന്നത്. πd കൊടുക്കാം. ഡയഗണൽ അല്ല, ഡയമീറ്റർ. അപ്പൊ ഇവിടെ എന്ത് വരും? 2π × d എന്ന് പറയുന്നത് എത്രയാണ്? വ്യാസം. ഡയമീറ്റർ എത്രയാണ്? 2a√2. ആൻസർ എത്ര വരും? 2a√2π സെന്റിമീറ്റർ ആണ് വൃത്തത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കമ്പ്യൂട്ടർ എന്ന വാക്കിനെ PMOCRETU എന്ന് എഴുതിയിരിക്കുന്നു. കമ്പ്യൂട്ടർ എങ്ങനെ എഴുതിയിരിക്കുന്നത്? PMOCRETU അല്ലെ. ഇവിടെ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. സ്പ്ലിറ്റ് ചെയ്തിട്ട് നേരെ തിരിച്ചെഴുതിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേണ്ട, ഇവിടെ P നമ്മൾ ആദ്യം എടുത്ത് എഴുതി, നേരെ റിവേഴ്സ് ഓർഡറിൽ എഴുതിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഡെസിഫർ എങ്ങനെ എഴുതാം? നമുക്ക് 4 എണ്ണം വീതം സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടുത്തെ എന്ത് ചെയ്യുക? ഈ ഓർഡറിൽ അങ്ങ് എടുത്ത് എഴുതുക. ICED. ഐ വരുന്ന ഒരൊറ്റ ആൻസറേ ഉള്ളൂ. ഇതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇവിടെയും എന്ത് ചെയ്യുക? തിരിച്ചെഴുതുക. REHP അല്ലെ. ICED REHP. ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ്. ഓയുടെ അച്ഛനാണ് M. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കൺഫ്യൂസിങ് ആയിരുന്നു ഇത്. നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ശരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് അളിയൻ എന്ന് പറയാൻ പറ്റും. പക്ഷെ അത് മൊത്തത്തിൽ കൺഫ്യൂസിങ് ആയതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽ ചെയ്തിട്ടുണ്ട്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, എന്താ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. 10, 12, 15, 68, 20, 51, 38, 27. കുറെ നമ്പേഴ്സ് വന്നിരിക്കുകയാണ്. ഇങ്ങനെ തരുമ്പോഴേക്കും നിങ്ങൾക്ക് ഓർത്തിരിക്കുക, ഇതിനെപ്പോഴും എന്തെങ്കിലും ഒരു ലോജിക്ക് ഉണ്ടാകും. ഇവിടെ നോക്കിക്കേ, 10നോട് 2 കൂട്ടുമ്പോൾ 12 കിട്ടും. ഇതിനോട് നമ്മൾ 3 കൂട്ടിയപ്പോൾ 15 കിട്ടി. 15നോട് നമ്മൾ 5 കൂട്ടിയപ്പോൾ നമുക്ക് 20 കിട്ടി. ഇതിനോട് നമ്മൾ 7 കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 27 കിട്ടി. ഇതിനോട് നമ്മൾ 11 കൂട്ടിയപ്പോൾ നമുക്ക് 38 കിട്ടി. ഇതിനോട് നമ്മൾ എന്ത് ചെയ്തു? 17 കൂട്ടി. 17 കൂട്ടിയപ്പോൾ 51 കിട്ടി. നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിനോട് നമുക്ക് എന്ത് ചെയ്യണം? 11 കഴിഞ്ഞാൽ പിന്നെ 13 കൂട്ടി അല്ലേ? 13 അല്ലേ? 13 വരുമ്പോഴല്ലേ 38ഉം 13ഉം അല്ലേ 51. അപ്പൊ ഇതിനോട് നമ്മൾ എന്ത് ചെയ്തു? 17 കൂട്ടി നമ്മളാണ് 68 വരുന്നത്. നെക്സ്റ്റ് അപ്പൊ എന്തായിരിക്കണം? ഇതിനോട് നമുക്ക് 19 കൂട്ടണം. എവിടെ നിന്നാണ് ഈ 19 കിട്ടിയത്? ഈ പറയുന്ന 2, 3, 5, 7, 11, 13, 17, 19 ഇതെല്ലാം എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്. അതായത് തൊട്ടടുത്ത നമ്പറിനോട് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൈം നമ്പേഴ്സ്, ഭാജ്യസംഖ്യകൾ കൂട്ടിക്കൂട്ടിയാണ് ഈ ഒരു ശ്രേണി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ എന്ത് ചെയ്യണം? 68നോട് നമ്മൾ എന്ത് കൂട്ടണം? 19 കൂട്ടണം. 8, 9 കൂടി കൂട്ടുമ്പോൾ 17, 7 ശിഷ്ടം 1, 6, 1, 7, 7, 1 എത്രയാണ്? 8. 87 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ദിവസം ഇതേപോലെ നമ്മുടെ SCRT കുറച്ചധികം SCRT നമുക്ക് എടുത്ത് തീർക്കാനുണ്ട്. അപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ SCRT മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആയിരിക്കില്ല. തിങ്കളാഴ്ച തൊട്ട് നമുക്ക് വീണ്ടും മോക്ക് ടെസ്റ്റും ക്ലാസ് ഒക്കെ ആയിട്ട് തുടങ്ങാം. അപ്പൊ അതുവരേക്കും നമുക്ക് മാക്സിമം SCRT കണ്ടന്റുകൾ എടുത്ത് വെച്ചിട്ട് നമുക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്